RSS ശതാബ്ദിയുടെ ഭാഗമായി സർ സംഘ് ചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്രവർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ച് പൊറപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇന്നലെയാണ് RSSൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന VC-മാർ എന്ത് ചെയ്തത്? VC-മാർ മോഹൻ ഭാഗവത്, RSSൻ്റെ മുഖ്യ കാര്യകർത്താവ് മോഹൻ ഭാഗവത് പങ്കെടുത്ത് സംസാരിച്ച പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ സാന്നിധ്യം അറിയിച്ചത്. ഈ സാന്നിധ്യം അറിയിച്ചതിൽ വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ രാജേന്ദ്ര അർലേക്കർ നിയമിച്ച 3 VC-മാർ, കേരള യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റികളിലെ VC-മാരാണ് ഈ പറയുന്ന RSSൻ്റെ സർസംഘ് ചാലകിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു കാര്യം ഈ VC-മാരോടാണെങ്കിലും ഇനി രാജേന്ദ്ര അർലേക്കറിൻ്റെ വാലാട്ടി പട്ടികളായിട്ടുള്ള സംഘ് പരിവാറിൻ്റെ ഏതൊക്കെ കോമരങ്ങളുണ്ടോ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും കേരളത്തിലാണ്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലൊന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും RSSനും സംഘ് പരിവാറിനും ഇവിടെ എന്ത് ചുണ്ണാക്കും ചുക്കും ചുണ്ണാമ്പുമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ മണ്ണ് RSSനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണെന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ, ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ജനങ്ങളുടെ പൊതുവികാരം കൂടി മാനിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ലേ? രാജേന്ദ്ര അർലേക്കറിൻ്റെ കാല് നക്കിയതിൻ്റെ ഫലമായിട്ട് VC-യുടെ കസേര കിട്ടിയിട്ടുണ്ടാകും, വൈസ് ചാൻസലറുടെ കസേര അല്ലേ? അത് ഈ സംഘ് പരിവാറുകാരൻ്റെ പാരമ്പര്യം അതാണ്. ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയതിന് ബദലായിട്ട് ജയിൽവാസം ഒഴിവാക്കി കിട്ടിയ VD സവർക്കർ എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹി, ഫാസിസ്റ്റ് രാജ്യദ്രോഹി, ആ വർഗീയവാദിയായിട്ടുള്ള രാജ്യദ്രോഹി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കി സ്വന്തം ജീവൻ ജയിലഴിക്കുള്ളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത ആ സവർക്കറിൻ്റെ, ഭീരു സവർക്കറിൻ്റെ പിൻഗാമികള്, ആ പാരമ്പര്യമുള്ള സംഘ് പരിവാറുകാരാ, നിന്റെ പാരമ്പര്യം എന്നും ഒറ്റുകൊടുത്തവൻ്റെയും രാജ്യദ്രോഹിയുടെയും പാരമ്പര്യം മാത്രമാണ് അല്ലേ? ഇത് കേരളമാണോ? ഇവിടുത്തെ ജനതയുടെ പ്രബുദ്ധത അത് മുന്നിലും പിന്നിലും വെക്കാവുന്ന ഡിഗ്രികളുടെ ഒപ്പമുള്ള പ്രബുദ്ധതയല്ല, മറിച്ച് അന്നം കഴിക്കുന്നവൻ്റെ പ്രബുദ്ധതയാണ്. ചാണകം തിന്നുന്നവനും മൂത്രം കുടിക്കുന്നവനും ആ പ്രബുദ്ധതയുണ്ടാവില്ല, അവന് ബുദ്ധി ഉണ്ടാവില്ല. അവനുള്ള ബുദ്ധിയെ ബുദ്ധിയെന്ന് പറയാൻ കഴിയില്ല, അത് കുബുദ്ധിയാണ്, അത് കുരുട്ടു ബുദ്ധിയാണ്. ചതിയുടെ, വഞ്ചനയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വിഭാഗീയതയുടെ, ചേരിതിരിവിൻ്റെ, അക്രമത്തിൻ്റെ ഒക്കെ ബുദ്ധിയാണത്. അതിന് ബുദ്ധി എന്നല്ല പറയുന്നത്. പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഉള്ളതുപോലെ ബുദ്ധിയും കുബുദ്ധിയുമുണ്ട്, കുരുട്ടു ബുദ്ധി. അതാണ് സംഘ് പരിവാറുകാരൻ്റെ ബുദ്ധി. എന്നാൽ കേരളത്തിലെ ജനതയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് അത് അന്നം കഴിക്കുന്നവൻ്റെ പ്രബുദ്ധത, അരിയാഹാരം കഴിക്കുന്നവൻ്റെ പ്രബുദ്ധതയാ. ഇത്തരം വർഗീയതയുടെ വിത്ത് കേരളത്തിൻ്റെ മണ്ണ് എന്നേ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച മണ്ണാണിത്. ഇതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയവൻ്റെ പാരമ്പര്യമല്ല, മറിച്ച്
ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നില് നെഞ്ചും വിരിച്ചു നിന്നവന്റെ പാരമ്പര്യം, ബ്രിട്ടീഷുകാരനോട് പടപൊരുതിയവന്റെ പാരമ്പര്യം. മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് അധിനിവേശം നടത്തി കടന്നുകൂടിയ ബ്രിട്ടീഷുകാരൻ്റെയും പറങ്കികളുടെയും മുന്നില് നട്ടല് വളക്കാത്തവന്റെ പാരമ്പര്യം. കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മുഖം മൂടിക്കെട്ടിയപ്പോ എൻ്റെ മുഖം എന്തിനാ മൂടിക്കെട്ടുന്നത് എന്ന് ചോദിച്ചവന്റെ പാരമ്പര്യം. ഇത് ഒറ്റുകാരൻ്റെതല്ലടോ സംഘ് പരിവാറുകാരാ. ഒറ്റുകാരൻ്റെ പാരമ്പര്യം സംഘ് പരിവാറുകാരൻ്റെത് മാത്ര. അത് വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ഭീരുവിൻ്റെത് മാത്രമാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്തവൻ്റെ മാത്രമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹിയായിട്ടുള്ള വി.ഡി. സവർക്കറിൻ്റെ പാരമ്പര്യമാണ്. RSSന്റെ 100ാം വാർഷികത്തെ ഓർമ്മിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ഭീരുവിനെ ഓർക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി നാഥുറാം വിനായക് ഗോഡ്സെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ഏറ്റവും അവസാനമായി പോയി കാണുന്നതും ഉപദേശം സ്വീകരിക്കുന്നതും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും ഇതേ വി.ഡി. സവർക്കറിൽ നിന്നാ. ആ സവർക്കർ വീർ സവർക്കർ അല്ല, ആ സവർക്കർ ഭീരു സവർക്കറാ. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയ ഭീരു, രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വീഴ്ത്തിയ ഭീരു. ആ ഭീരുവിന് ഉപദേശങ്ങളും സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ ബ്രിട്ടീഷുകാരൻ്റെ ആസനം നക്കിയ വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ഭീരു, അവൻ്റെ പാരമ്പര്യമാണോ സംഘ് പരിവാറുകാരാ നിൻ്റെത്? ഈ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പില്, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തില് നിന്റെ പങ്കെന്താണെന്ന് അറിയുമോ സംഘ് പരിവാറുകാരാ? ഒറ്റുകാരൻ്റെ റോള്, ചതിയൻ്റെ റോള്, പിന്നിൽ നിന്ന് കുത്തിയവൻ്റെ റോള്, ബ്രിട്ടീഷുകാർക്ക് രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമര പോരാളികളെ ഒറ്റുകൊടുത്തവൻ്റെ റോള്. ആ പാരമ്പര്യമുള്ളവന് ഈ രാജ്യത്തെ തകർക്കാൻ കഴിയുമോ? എത്രയൊക്കെ ചരിത്രങ്ങൾ വെട്ടിമാറ്റിയാലും, എത്രയൊക്കെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാലും, വിദ്യാഭ്യാസ മേഖലയിൽ എത്രയൊക്കെ അജണ്ടകളെ കുത്തി നിറക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം നിങ്ങൾ ഓർത്തോ സംഘ് പരിവാറുകാരാ, ഈ രാജ്യത്ത് അക്ഷരാഭ്യാസമുള്ള അവസാനത്തെ വ്യക്തിയുമുള്ളയിടത്തോളം കാലം സവർക്കർ രാജ്യദ്രോഹിയാണ്, ഫാസിസ്റ്റാണ്. സവർക്കറാണ് നാഥുറാം വിനായക് ഗോഡ്സെക്ക് രാഷ്ട്രപിതാവിനെ കൊല്ലാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി പറഞ്ഞു വിട്ടത് എന്നും, അതേ സവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്തവനാണെന്നും, ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയവനും ഷൂ നക്കിയവനുമാണ് എന്നുള്ള ചരിത്രം ഈ രാജ്യത്തെ അവസാനത്തെ അക്ഷരാഭ്യാസിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും സവർക്കർ ഭീരുവാണടോ RSSകാരാ? സവർക്കർ രാജ്യദ്രോഹിയാണടോ RSSകാരാ? സവർക്കർ ഒറ്റുകാരനാണടോ RSSകാരാ? മോഹനം കുന്നുമ്മലും MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരൊക്കെ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSകാരൻ്റെ പരിപാടിയിൽ പോയിരുന്ന് അതങ്ങ് കേട്ട് മനസ്സങ്ങനെ സായുജ്യമണിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കേരളത്തെ അങ്ങ് മൂക്കിൽ വലിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, എടോ RSSകാരാ, നിനക്കറിയാത്തത് കഴിഞ്ഞ 100 വർഷം നിന്ന് നീ ആഘോഷിക്കുന്ന നിന്റെ RSSന്റെ 100 വർഷമുണ്ടല്ലോ. എന്തേ ഈ 100 വർഷം കൊണ്ട് കേരളത്തിൻ്റെ മണ്ണില് നീ ചാപ്പിള്ളയായി പെറ്റ നീ അതേ ചാപ്പിള്ളയുടെ അതേ അവസ്ഥയിൽ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചാപ്പിള്ളയായി പ്രസവിക്കപ്പെട്ട RSS ചത്തൊടുങ്ങാൻ പോകുന്നതും ചാപ്പിള്ളയായി തന്നെയാണ്. ഇത് കേരളമാണ്. ഇത് പോരാട്ടത്തിൻ്റെ നട്ടെല്ലിൻ്റെ ആർജവത്തിൻ്റെ മണ്ണാണടോ. ഒരുത്തൻ്റെ കാൽ കീഴിലും അടിയറവ് വെക്കാത്ത പ്രബുദ്ധതയുടെ മണ്ണ്, അതാണ് കേരളം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ രാജേന്ദ്ര അർലേക്കർ ഇല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല, മോഹനൻ കുന്നുമ്മലില്ല, ഒരുത്തനുമില്ല. ഈ രാജ്യമെന്ന് പറയുന്നത് ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. ഈ രാജ്യമെന്ന് പറയുന്നത്
ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത ഹൈന്ദവനുണ്ട്, മുസ്ലിമുണ്ട്, സിഖുകാരനുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, എല്ലാവരുമുണ്ട്. അവൻ്റെതൊക്കെയാ. ആ രാജ്യം അങ്ങനെ വെട്ടിപ്പിടിച്ച് അധീനതയിലാക്കാമെന്ന് RSSകാരൻ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, എടോ RSSകാരാ, നീ ഇപ്പോഴും രാജ്യദ്രോഹിയാ. ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ട്, ഈ രാജ്യത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചുകൊണ്ട്, ഈ രാജ്യത്ത് ഒരു രൂപയുടെ നികുതി പോലും നൽകാതെ രാജ്യദ്രോഹ കുറ്റം നടത്തുന്ന രാജ്യദ്രോഹിയാടോ RSSകാരാ നീ? ഈ നാട്ടിലെ ചെരുപ്പ് കുത്തിക്ക് പോലും നികുതി കൊടുക്കേണ്ട ഈ നാട്ടില്, ചെരുപ്പ് കുത്തിക്ക് പോലും നികുതി കൊടുക്കേണ്ട ഈ നാട്ടില് RSS എന്ന് പറയുന്ന കോടാനുകോടി രൂപയുടെ സമ്പാദ്യങ്ങളുള്ള, ആസ്തിയുള്ള ഒരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ പോലും വേണ്ടത്രേ. അവർക്ക് നികുതി കൊടുക്കേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഒരു പണിയും എടുക്കേണ്ട, ആവശ്യത്തിലധികം അങ്ങനെ സമ്പാദിച്ചു കൂട്ടാം, ഒരു പ്രശ്നവുമില്ല. ഒരു ED പോകില്ല, ഒരു CBIയും ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു ഇൻകം ടാക്സുകാരനും RSS കാര്യാലയത്തിലേക്ക് പോകില്ല. അവന് രജിസ്ട്രേഷൻ തന്നെ വേണ്ടത്രേ. റോഡ് സൈഡിൽ ഫ്രൂട്ട്സ് വിൽക്കുന്നവന് GSTയുടെ ബില്ല് വരിക, GSTയുടെ നോട്ടീസ് വരിക, ചെരുപ്പ് കുത്തിക്ക് നികുതി കൊടുക്കേണ്ടതായിട്ട് വരിക. ഇതൊക്കെ കൊടുക്കുന്ന സാധാരണക്കാരൻ കൊടുക്കുമ്പോൾ RSSകാരാ, നിനക്ക് രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് നികുതി കൊടുക്കാതെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, RSSകാരാ, നീ മാത്രമാണ് രാജ്യത്തിൻ്റെ രാജ്യദ്രോഹി എന്ന് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അപകടം, ഡേഞ്ചർ, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അത് സംഘപരിവാറുകാരാണ്, അത് RSSകാരാണ്. ആ RSSന് മുന്നിൽ ആരൊക്കെ മുട്ടുമടക്കിയാലും കേരളം മുട്ടുമടക്കില്ലടോ.